ഫിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു സിൽക്കി കോട്ട സാരിയാണ്. ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡിൽ വന്നിരിക്കുന്നു. ഇതിൽ എംബ്രോയ്ഡറി വർക്കാണ് ഈ ബോർഡറിൽ വരുന്നത്. ഇതിൻ്റെ പല്ലു വരുന്നത് ഇങ്ങനെയാണ് വരിക. നല്ല ഭംഗിയായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത്. നമുക്ക് വാഷബിളാണ്, ഡെയിലി യൂസായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പല കളറുകളും അതുപോലെ ഒരു അഫോർഡബിൾ പ്രൈസിലുള്ള ഒരു നെറ്റ് കോട്ട സാരിയും കൂടിയാണ് ഞാൻ ഈ കൂടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്കത് ഓരോന്നായിട്ട് കാണാം. ഇത് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം സാരി തന്നെയാണ്. നല്ലൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡിൽ രണ്ട് സൈഡിലും ബോർഡറായിട്ടാണ് വന്നെ. ഈ സൈഡിലും ബോർഡർ വരുന്നു, ഈ സൈഡിലും ബോർഡർ വരുന്നു. ഇത് നമ്മുടെ ഫ്ലീറ്റ്സിൻ്റെ ഭാഗം വരെ വരുന്നുള്ളൂ. ഇങ്ങനെയാണ് ഫ്ലീറ്റ്സിൻ്റെ ഭാഗത്തേക്ക് വന്നെ. ഹാഫായിട്ട് ഞാൻ എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട്, തിക്കായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട്. ഇതാണ് ഇതിൽ വരുന്ന ഡിസൈൻ. ഇങ്ങനെയാണിത് വരിക. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരുന്നത്. ഇതാണ് പല്ലുവിൽ. ഫുള്ളായിട്ടും ഡിസൈൻ വരുന്നുണ്ട് വിത്ത് ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിൽ ഒരു ക്രോഷ്യ ലേസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. 1225 ആണ് ഇതിൻ്റെ റേറ്റ്. യെല്ലോ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. നല്ലൊരു യെല്ലോ ഷെയ്ഡിൽ. കാരണം നമ്മുടെ നല്ലൊരു പ്രകാശമൊക്കെ തോന്നിക്കാനും നല്ലൊരു കളർ തോന്നിപ്പിക്കാനും ഒക്കെ പറ്റിയൊരു യെല്ലോ ഷെയ്ഡ്. രണ്ട് സൈഡിലും ബോർഡറാണ് വന്നിരിക്കുന്നത്. ഈ സൈഡിൽ ഇവിടം വരെ എംബ്രോയ്ഡറി വർക്ക് വരുന്നു. ഇങ്ങനെയാണ് പ്ലീറ്റ്സിൻ്റെ ഭാഗം വരിക. യെല്ലോയ്ക്ക് കോമ്പിനേഷനായിട്ട് ഒരു പിങ്ക് അങ്ങനെയുള്ള ഷെയ്ഡിലാണ് ഈ എംബ്രോയ്ഡറി വർക്ക് ഫുള്ളായിട്ടും വരുന്നത്. ഈ ഡിസൈൻ ലോവർ പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. പല്ലു ഇങ്ങനെയാണ് പല്ലു വരിക. ഇത് വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിൽ ഈ ക്രോഷ്യ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. റേറ്റ് വരുന്നത് 1225. ഇതൊരു പീച്ചിൻ്റെ ഷെയ്ഡായിട്ട് വരും. ഇതിലും ഡിസൈൻ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടോ. ഇങ്ങനെയാണ് പല്ലു വരിക. പല്ലുവിൽ ഫുള്ളായിട്ടും ആ വർക്കുകൾ വരുന്നുണ്ട്. രണ്ട് സൈഡിലും ബോർഡർ വരുന്നുണ്ട്. ഫ്ലീറ്റ്സിൻ്റെ ഭാഗത്ത് ഇങ്ങനെയാണ് ഡിസൈൻ വരിക. ഈ സിൽക്കി കോട്ടയുടെ ഞാൻ പലതവണ കാണിച്ചിട്ടുണ്ട്. നമുക്കിത് വാഷബിളാണ്. പിന്നെ സ്റ്റാർച്ച് ചെയ്യേണ്ട കാര്യങ്ങളില്ല. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഈ സൈഡിലേക്ക് അങ്ങനെ തന്നെ വരുന്നു വിത്ത് ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിൽ ഒരു ക്രോഷ്യ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. റേറ്റ് 1225. പാറ്റേണും ഡിസൈനും എല്ലാം സെയിം തന്നെ, കളറിൽ മാത്രമേ മാറ്റമുള്ളൂ. ലാവണ്ടർ ഷെയ്ഡ്. രണ്ട് സൈഡിലും ബോർഡർ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരിക. ഇങ്ങനെയാണ് പല്ലു. ഫ്ലീറ്റ്സിൻ്റെ ഭാഗത്ത് ഹാഫായിട്ട് എംബ്രോയ്ഡറി വർക്ക് വരുന്നു. ബോർഡർ നല്ല തിക്കായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കും. നല്ല തിക്കായിട്ട് തന്നെ ഇതിൽ ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. ഇതുണ്ടോ, നല്ല ഭംഗിയായിട്ട് നല്ല തിക്കായിട്ടുള്ള വർക്കാണ് ഈ സൈഡിൽ ഫുള്ളായിട്ട് വരുന്നത്. സൈഡിലൊരു ക്രോഷ്യ ലേസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ ഡിസൈൻ ഓൾ ഓവറായിട്ട് ലോവർ പോർഷനിൽ വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്ക് വരിക. അതുപോലെ പല്ലുവിൽ നിറയെ തന്നെ സ്കാറ്റേഡായിട്ട് എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട്. പല്ലുവിൻ്റെ ഈ സൈഡിലേക്ക് അതുപോലെ തന്നെ ഈ ഡിസൈൻ പോകുന്നുണ്ട്. ഇങ്ങനെയാണ് വരിക. ആ സൈഡിൽ കൂടെ ഒരു ക്രോഷ്യ ലേസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. വിത്ത് ബ്ലൗസാണ്. ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്കുകൾ വരുന്നത്. ഇത് ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ആ ക്രോഷ്യ ലേസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. റേറ്റ് 1225. ഇത് മറ്റൊരു ഡിസൈനാണ്. ബ്ലാക്ക് ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ബ്ലാക്ക് ഷെയ്ഡിൽ ലൈറ്റ് പിങ്ക് ഷെയ്ഡിലാണ് ഇതിലുള്ള എംബ്രോയ്ഡറി വർക്കുകൾ വന്നിരിക്കുന്നത്. ഈ ബോഡി പാർട്ടിൽ കംപ്ലീറ്റ് ആയിട്ടും എംബ്രോയ്ഡറി വർക്കുകൾ വന്നിട്ടുണ്ട്. മെറ്റീരിയൽ സിൽക്കി കോട്ടയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. സൈഡിലൊരു ക്രോഷ്യ ലേസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിൽ ലോവർ പോർഷനിൽ ഈ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. ഇങ്ങനെയാണ് പല്ലു വരിക. ഇതാണ് ഫ്ലീറ്റ്സിൻ്റെ ഭാഗം വരുന്നത്. ഇങ്ങനെയാണ് പല്ലു വിത്ത് ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിൽ ഒരു ക്രോഷ്യ ലേസ് ആഡ് ചെയ്തിട്ടുണ്ട്. റേറ്റ്
ഇതിൻ്റെ ഡിഫറൻ്റാണ് 965 ആണ്. ഒരു ബ്രിക്ക് റെഡ് ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. നമുക്ക് ഡെയിലി വെയർ ആയിട്ടെല്ലാം യൂസ് ചെയ്യാൻ, വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ല് വരിക. ബോഡി പാർട്ടിൽ എംബ്രോയ്ഡറി വർക്ക് ഇങ്ങനെ വന്നിരിക്കുന്നു. പ്ലീറ്റ്സിൻ്റെ ഭാഗത്ത് ഇങ്ങനെയും വരുന്നു. ഇതാണ് ഇതിൻ്റെ ബോർഡർ വരിക. ലോവർ പോർഷനിൽ ഈ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു. വിത്ത് ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിൽ ഒരു ക്രോഷ്യ ലേസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 685 ആണ്. നല്ലൊരു പിങ്ക് ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ കാണിച്ച പാറ്റേൺ എല്ലാം സെയിം തന്നെ, ഡിസൈനും സെയിം തന്നെ, കളറിൽ മാത്രം മാറ്റമുള്ളൂ. ബോർഡർ ഇങ്ങനെ ഒരു സൈഡിൽ മാത്രം ബോർഡർ വരുന്നു, ബാക്കിയുള്ള ഭാഗത്ത് ഈ എംബ്രോയ്ഡറി വർക്കുകളും വരുന്നു. റേറ്റും വളരെ അഫോർഡബിൾ പ്രൈസിലാണ് വരുന്നത്, 685. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫ്ലീറ്റ്സിൻ്റെ ഭാഗം തന്നെ ഹാഫായിട്ട് ആ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ഇതാണ് ഇതിൽ വരുന്ന ഈ ഡിസൈൻ. ഇത് ലോവർ പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. ഇങ്ങനെയാണ് പല്ലു. ഡാസിൽസ് എല്ലാം അറ്റാച്ച് ചെയ്തിരിക്കുന്നു. പല്ലുവിൽ സ്കാറ്റേർഡായിട്ട് എംബ്രോയ്ഡറി വർക്കുകൾ വരുന്നുണ്ട്. വിത്ത് ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിൽ ക്രോഷ്യ ലേസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഇതൊരു ബ്ലൂവിൻ്റെ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഈ സാരി ഓൾ ഓവർ വരിക. ഇങ്ങനെയാണ് പല്ലു. ഡാസിൽസ് എല്ലാം അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഒരു സൈഡിൽ ഈ ബോർഡർ ഒരു വൈറ്റ് ഷെയ്ഡിലുള്ള എംബ്രോയ്ഡറി വർക്കാണ് ഫുള്ളായിട്ടും വരുന്നത്. ലോവർ പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. ഇത് ഫ്ലീറ്റ്സിൻ്റെ ഭാഗം വരുന്നത്. വിത്ത് ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിൽ ഒരു ക്രോഷ്യ ലേസ് ആഡ് ചെയ്തിട്ടുണ്ട്. റേറ്റ് വരുന്നത് 685. ഒരു ലാവൻഡർ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഡിസൈനുകളെല്ലാം സെയിം തന്നെ. നമുക്ക് പെട്ടെന്നൊന്ന് വെയർ ചെയ്യാനും അതുപോലെ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാനും, ഒത്തിരി അയൺ ചെയ്യേണ്ട, വാഷ് ചെയ്യാം. അതുപോലെ നമുക്ക് സ്റ്റാർച്ച് ചെയ്യണമെങ്കിൽ ചെയ്യാൻ, ചെയ്തില്ലെങ്കിൽ ഒരു പ്രോബ്ലവും ഇല്ല. അങ്ങനത്തെ ഒരു മെറ്റീരിയലിലാണ് ഇത്. ഇത് ഒത്തിരി ട്രാൻസ്പെറൻ്റ് അല്ല. പിന്നെ ഇനിയിപ്പോൾ ട്രാൻസ്പെറൻ്റ് ആണെങ്കിൽ തന്നെ നമ്മളിങ്ങനെ ഫ്ലീറ്റ്സ് എടുത്ത് ഇങ്ങനെ കുത്തുമ്പോൾ ഈ ഭാഗത്ത് നല്ല തിക്കായിട്ട് വർക്കുള്ള കാരണം വലിയ ട്രാൻസ്പെറൻസി തോന്നില്ല. പിന്നെ ഇതിൻ്റെ ബോഡി ഇങ്ങനെയാണ് വരിക. പ്ലീറ്റ്സിൻ്റെ ഭാഗത്ത് ഇങ്ങനെയാണ് ഈ ഡിസൈൻ വരിക. ഇത് പല്ലു. ഒരു ക്രോഷ്യ ലേസ് ആഡ് ചെയ്തിട്ടുണ്ട്. പല്ലുവിൽ ഡാസിൽസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. വിത്ത് ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഈ ക്രോഷ്യ ലേസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഞാൻ ഇതിന് 1 ലെയറിലാണ് ഇട്ടേക്കണേ. കാരണം ഇത് ഇങ്ങനെയാണ് ഇത് ഓൾ ഓവർ വരിക. ഇങ്ങനെയാണ് പല്ലു വരുന്നത്. ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പാർട്ടിൽ ഫുള്ളായിട്ടും ഈ ഡിസൈൻ വരുന്നത്. പിന്നെ വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് വരുന്നു. ഇങ്ങനെയാണ് പല്ലു വരിക. സൈഡിൽ ഒരു ക്രോഷ്യ ലേസും ആഡ് ചെയ്തിട്ടുണ്ട്. ഡാസിൽസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ ഉൾഭാഗം വരുന്നത്. റേറ്റ് 685. മസ്റ്റാർഡ് യെല്ലോയിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിൽ ഫുള്ളായിട്ടും എംബ്രോയ്ഡറി വർക്ക് വരുന്നു. ഇങ്ങനെയാണ് ഈ ബോർഡർ വരിക. ഈ ബോർഡർ ലോവർ പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. ഇങ്ങനെയാണ് പല്ലു. വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് വരുന്നു. സ്ലീവിൽ ഒരു ക്രോഷ്യ ലേസും ആഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഫ്ലീറ്റ്സിൻ്റെ ഭാഗം വരിക. റേറ്റ് 685. ഇതൊരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഓൾ ഓവർ ഇങ്ങനെയാണ് ഡിസൈൻ വരിക. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരുന്നത്. ബോഡി പാർട്ടിൽ ഇതുണ്ടോ, ഇങ്ങനെയാണ് ഫുള്ള് വരിക. ഫ്ലീറ്റ്സിൻ്റെ ഭാഗം ഇങ്ങനെയും വരുന്നു. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. ഇതിൻ്റെ റേറ്റ് വരുന്നത് 685 ആണ്. അപ്പോൾ ഇതിൽ ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക.